അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ശ്രദ്ധിക്കണേ, നബിദിനാഘോഷത്തിൽ തെളിവ് കിട്ടിയിട്ടുണ്ട്. പുതിയൊരു പണ്ഡിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ടെല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നബിദിനാഘോഷം ബിദഅത്താണോ ബിദഅത്തല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നബിദിനാഘോഷം ബിദഅത്താണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതോടെ നമുക്ക് എല്ലാ കാര്യത്തിനും തീരുമാനമാവും ചെയ്യും. ദീനിലൊരു കാര്യം അഥവാ ഇസ്ലാമിലൊരു കാര്യം ബിദഅത്താണോ ബിദഅത്തല്ലേ നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ, താബിഈകൾ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടല്ല. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ ഇത്രകാലം പഠിച്ചതെല്ലാം തെറ്റായിരുന്നോ? നമ്മുടെ പണ്ഡിതൻ പറയുന്നത് കേട്ടില്ലേ? പ്രവാചകൻ ചെയ്തോ, സഹാബാക്കൾ ചെയ്തോ, ഉത്തമ തലമുറക്കാർ ചെയ്തോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല വിദേഹത്തെ തീരുമാനിക്കേണ്ടത്. പ്രമാണങ്ങൾ നോക്കിയിട്ടാണ്. ആ പ്രമാണങ്ങൾ എന്താണാവോ? ആ പേരോട് ഉസ്താദ് നീട്ടിപ്പരത്തി വിദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായിരുന്നു അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ വിദേഹത്ത് എന്ന് പറയുന്നത്. ഇത്രകാലം നമ്മളൊക്കെ മനസ്സിലാക്കി ഇതാണ് വിദേഹത്ത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല എന്നാ പറയുന്നത്. ഷാഫി ഇമാം പറയുന്നത് ഒരു കാര്യം ബിദഅത്ത് അല്ലാതായിട്ട് വേർതിരിയുന്നത് പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഖുർആനും ഹദീസും ഒക്കെയാണ് പ്രമാണം എന്നാണ്. അപ്പോൾ നബിദിനാഘോഷം പ്രമാണങ്ങളോട് യോജിച്ചതാണോ യോജിച്ചതല്ലേ എന്ന് പറയേണ്ടത് ആരാണ്? മുഹദ്ദിസുകളാണ്, മുഫസ്സിറുകളാണ്. മഹാനായ ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ളവരാണ്. ഹദീസുകളുടെ കണ്ടീഷൻ ഗ്രേഡ് ചെയ്യാൻ മാത്രം പ്രാപ്തിയുള്ള മഹാനാണ്. മഹാനവറുകൾ നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്നു. നബിദിനാഘോഷം ആഘോഷിക്കണം, റബീഉൽ അവ്വൽ 12 തന്നെ ആഘോഷിക്കണം എന്ന് പറയാണ്. ഓക്കെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് പ്രമാണം ഉദ്ധരിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഇമാം ഖസ്തലാനി ഇമാം, സുയൂത്തി ഇമാം, അങ്ങനെ നിരവധി മുഹദ്ദിസുകൾ, നിരവധി മുഫസ്സിറുകൾ നബിദിനം ആഘോഷിക്കണം, നബിദിനത്തെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാണ്. ഓക്കെ, അവരൊക്കെ എന്ത് തെളിവ് പറഞ്ഞിട്ടാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും 2 പെരുന്നാളിനേക്കാൾ മഹത്വം, ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആചാരമാണ്, ആഘോഷമാണ് നബിദിനം ആഘോഷം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്? അതും കൂടി ഒന്ന് പറഞ്ഞു തരണമായിരുന്നു. ആരാണ് പിന്നെ നബിദിനം ബിദഅത്താണെന്ന് പറയുന്നത്? ആരാണ് പറഞ്ഞത്? കേരളത്തിലെ ചില സലഫികളാണ്. ആ കേരളത്തിലെ സലഫികളാണല്ലേ നബിദിനം ആഘോഷം ബിദഅത്താണെന്ന് പറഞ്ഞത്? വല്ലാത്ത കഷ്ടമായി പോയി. ഞാൻ സമസ്തയുടെ സുന്നി വോയിസ് എന്ന പുസ്തകത്തിൽ അത് വായിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 2000 ഇറങ്ങിയ സുന്നി വോയിസ് ആണ്. അതിൽ പറയുന്നത് കണ്ടില്ലേ, ഹാഫിദ് ബിൻ ഹജർ അൽ ഹൈതമി എന്ന് പറഞ്ഞിട്ട് എഴുതിയ കണ്ടില്ലേ? അദ്ദേഹം കണ്ണൂർ കാസർഗോഡ് ജില്ലന്റെ ബോർഡറിലുള്ള അവിടെ താഴെയുണ്ടല്ലോ ഒരു സെലഫി മസ്ജിദ്. ആ സെലഫി മസ്ജിദ് ഇമാമാണ്. അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറഞ്ഞത്? മുകളിൽ പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞു. സുയൂത്തി ഇമാമു പറഞ്ഞതായിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരാൾ മൗലിദാഘോഷത്തെ പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിച്ചു. ആരാണ് ഇബ്നു ഹജർ? കണ്ണൂർ കാസർഗോഡ് ജില്ല ബോർഡറിലുള്ള കാലിക്കടവ് എന്ന പ്രദേശത്തെ മുജാഹിദ് പള്ളിയിൽ ഇമാം. അദ്ദേഹം പറയുകയാണ്, എന്താണ് പറയുന്നത്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. എന്താണ് പറഞ്ഞത്? കേരളത്തിലെ വഹാബിയാണല്ലോ പറയുന്നത്. അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. എന്നിട്ട് അദ്ദേഹം തൊട്ടതിന് ശേഷം പറയുന്നത് എന്താണ്? ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. ബിദ്അത്ത് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്നതല്ല. നമ്മുടെ ഈ നൂജം പണ്ഡിതൻ എന്താ പറഞ്ഞത്? പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ ചെയ്തോ ചെയ്തില്ലേ എന്ന് നോക്കിയിട്ടല്ല ബിദ്അത്ത് തീരുമാനിക്കേണ്ടത് എന്നാണല്ലോ. പിന്നെ കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു വഹാബി പറഞ്ഞിട്ട്, ആ കാലിക്കടവും വിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ചെറുവത്തൂര് റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന ഒരു വഹാബിയുണ്ട്. അയാൾ പറഞ്ഞാൽ നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറഞ്ഞത്? അയാളെ പേര് നോട്ട് ചെയ്ത് വെച്ചോ. അയാളെ പേര് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ്. ഈ മൗലിദ് എന്ന സമ്പ്രദായത്തെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇസ്ലാമിലെ പ്രമാണമാണെന്നൊക്കെ ഞങ്ങൾ ഇത്ര നാളെ വിചാരിച്ച ഖുർആനിലും ഹദീസിലൊന്നും ഇതിനെക്കുറിച്ച് യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൂർവികരുടെ ചര്യ പിൻപറ്റി, ആരാണ് ഈ പൂർവികർ? പ്രവാചകൻ, സഹാബാക്കൾ, ഉത്തമ തലമുറക്കാർ. പൂർവികരുടെ ചര്യ പിൻപറ്റിയ ഒരാളിൽ നിന്നും ഞാനിത് കണ്ടിട്ടില്ല. പറയുന്നത് ആരാണ്? ചെറുവത്തൂർ റെഡിമെയ്ഡ് ഷോപ്പ് എടുക്കുന്ന വഹാബിയായ ഇമാം ഫാക്കിഹാനി. എന്നിട്ട് അദ്ദേഹം മുസ്ലിയാക്കന്മാരെ തന്നെ നോട്ടൗട്ടിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ചില പുത്തൻവാദികളായ തീറ്റക്കുതിയന്മാരുണ്ടാക്കിയതാണ് ഈ അനാചാരം. ചെറുവത്തൂർ റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന ഇമാം ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരു വഹാബി പറഞ്ഞതാണിത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മനസ്സിലാക്കേണ്ടത്? നബിദിനമല്ല ബിദഅത്ത്. പിന്നെ എന്താണ് ബിദഅത്ത്? പിന്നെന്താണ്? എന്താണ്? നബിദിനം ബിദഅത്താണെന്ന് പറയുന്നതാണ് ബിദഅത്ത്. ഓ, അങ്ങനെയാണ്. ദീനിൽ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്ന് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ എതിർക്കുന്ന, അത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നവരെ തള്ളിപ്പറയാനായിരിക്കും പ്രവാചകൻ പറഞ്ഞതല്ലേ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മന്നഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ? സുന്നത്തായ ഒരു കാര്യത്തെ ബിദ്അത്താണെന്ന് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. മതത്തിന്റെ പേരിൽ പുണ്യം പറഞ്ഞുകൊണ്ട് പ്രവാചകനോ സഹാബാക്കൾക്കോ പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അതിനെയും സുന്നത്തി എന്ന് പറയും. സുഹരി ഉസ്താദെ, മൊത്തത്തിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് സുമേഷിനെ കൊണ്ടൊന്ന് കറക്കിച്ച. സുമേഷേ, രാത്രിയല്ലേ, ഒന്ന് കറക്കി കൊറ. കറക്ക്, നന്നായിട്ട് കറക്ക്. നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ.